ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങളിന്ന് മഞ്ഞുമലയിലേക്ക് പോവുകയാണ്. ഗ്രനാദയിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ മഞ്ഞുമലയിലെത്തും. കാരണം ഗ്രനാദയിൽ മഞ്ഞൊന്നും പെയ്യാറില്ല. അപ്പം മഞ്ഞ് കാണാനതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോവുകയാണ്. നല്ല രസമല്ലേ കാണാൻ? നോക്കിക്കല്ലേ ഇവിടെയൊക്കെ മഞ്ഞ. എനിക്കാണെങ്കിൽ ഇങ്ങനെ മഞ്ഞൊക്കെ കാണുമ്പോഴല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം തോന്നിയേ. ഈ പോകുന്ന വഴിക്കൊക്കെ കണ്ടില്ലേ, നന്നായി മഞ്ഞ് പെയ്യുന്നുണ്ട്. ഞങ്ങളാണ് എല്ലാ കൊല്ലം മഞ്ഞുമലയിൽ പോകട്ടോ, പക്ഷെ ഇത്രയും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ടാട്ടോ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേക ഫീലാട്ടോ, പറഞ്ഞറിയിക്കാനേ വയ്യ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നേരം ഈ മഞ്ഞ് പെയ്യുന്ന ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. മനു ആണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തേ. പിന്നെ നമ്മൾ കുറച്ച് സമയമാണ് അവിടെ നിന്നുള്ളൂ. കാരണം നമ്മൾ മെയിൻ സ്പോട്ട് ഇവിടെയൊന്നും അല്ല കേട്ടോ, കുറച്ചും കൂടെ ദൂരം പോകണം. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെ നിന്ന് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ പിന്നെ വണ്ടിയിലോട്ടൊക്കെ കയറിയേ. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് സമയം എൻജോയ് ചെയ്തിട്ട് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. പനി പിടിക്കാതിരുന്നോ? അതെയായിരുന്നു. എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ പോകുമ്പോൾ ഇല്ലേ, മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. പിന്നെ ഈ മഞ്ഞൊക്കെ കാണുമ്പോൾ പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്ത് രസമല്ലേ ഈ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ഏതോ ഒരു ഫാൻറ്റസി ലോകത്തോടെ യാത്ര ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ചുറ്റും മഞ്ഞൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കണ്ണെടുക്കാനേ തോന്നൂല. അത്രയും മനോഹരമായിരുന്നു ഇവിടുത്തെ ഓരോ കാഴ്ചകളും. ഈ കാണുന്ന പൈമരങ്ങൾക്കിടയിൽ മഞ്ഞ് പെയ്ത് കിടക്കുന്നത് കാണാൻ നല്ല രസമില്ലേ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങാനും ഓടാനും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ മനുവിനോട് പറഞ്ഞു വണ്ടി നിർത്തിയിട്ട് വാ, നമുക്ക് ഇവിടെ ഇറങ്ങാമെന്ന്. പക്ഷേ നമുക്ക് കാണുന്ന എല്ലായിടത്തും വണ്ടി നിർത്താൻ പറ്റത്തില്ലെന്നേ. കാരണം ഇവിടെ എല്ലാം മഞ്ഞായതുകൊണ്ട് മഞ്ഞില്ലാത്തൊരു സ്ഥലം നോക്കി വേണം വണ്ടി പാർക്ക് ചെയ്യാൻ. അപ്പം അത് നോക്കി പോവാം കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കുറേ ആഗ്രഹിച്ചിട്ട് കേട്ടോ ആദ്യമായിട്ട് ഞാൻ മഞ്ഞ് കാണുന്നത് 2021 അതിനുശേഷം എല്ലാ കൊല്ലം ഞങ്ങൾ മഞ്ഞുമലയിലൊക്കെ വരാറുണ്ട്. പക്ഷേ ഇത്രയും മഞ്ഞായിട്ട് വരുന്നതും ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ഞാൻ മഞ്ഞ് കണ്ട ദിവസം മഞ്ഞൊക്കെ കയ്യിലെടുത്തപ്പോഴേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലൊക്കെ ആയിരുന്നു എനിക്കുണ്ടായത്. അങ്ങനെ നമ്മൾ ഈ പൈൻമരങ്ങൾക്കിടയിലും ഇറങ്ങിയിട്ട് ചുറ്റും പൈമരങ്ങളും പിന്നെ ഈ നിലത്ത് ഈ മഞ്ഞൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഫെയറി ടെയിൽ പോലെയൊക്കെ ആട്ടോ തോന്നുന്നത്. പക്ഷെ നല്ല രസമില്ലേ കാണാൻ വേണ്ടി. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പൈമരങ്ങൾക്കിടയിലുള്ള മഞ്ഞത്തൊക്കെ കളിക്കുന്നത്. പിന്നെ ചിലയിടത്തൊക്കെ അവിടെ മഞ്ഞും തന്നെ കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓടുമ്പോൾ കാലിങ്ങനെ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഞാനാണെങ്കിൽ ആ വീണെടുക്കുന്ന പൈമരത്തിൻ്റെ അടുത്തൊക്കെ വന്നിട്ടോ കുറച്ച് നേരം അതിലൊക്കെ കളിച്ചിട്ടോ. മനു എൻ്റെ കൂടെ കൂടി. നല്ല തണുപ്പുണ്ടെങ്കിലും നമുക്കിവിടെ നിന്ന് പോരാനേ തോന്നില്ല കേട്ടോ. അത്രയും ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമില്ലേ. കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ആണെങ്കിൽ എൻ്റെ കാലാണെങ്കിൽ കുറച്ച് തീക്കം താഴോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. കാരണം നമുക്ക് അങ്ങ് മുകളിലാട്ടോ എത്തേണ്ടത്. ഇവിടെയൊക്കെ ആണെങ്കിൽ മഞ്ഞൊക്കെ റോഡിലോട്ട് ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ചേക്കുവാണ് വണ്ടിയൊക്കെ പോകാൻ വേണ്ടി. ഈ ഒരു പ്രദേശത്തൊക്കെ ആണെങ്കിൽ തണുപ്പ് കാലത്ത് മാത്രം കേട്ടോ കടകളും കാര്യങ്ങളൊക്കെ തുറക്കുള്ളൂ. വേനൽക്കാലത്താണെങ്കിൽ ഈ കാണുന്ന ഹോട്ടലുകളും കടകളെല്ലാം അടച്ചിട്ടേക്കുവാണ്. പിന്നെ സ്കേറ്റൊക്കെ ചെയ്യാൻ വേണ്ടി ഇഷ്ടംമാതിരി ആൾക്കാരാട്ടോ ഇവിടെ വരാറുള്ളത്. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ മേൽക്കൂരേൻ്റെ മേലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നോക്കി നിന്നിരുന്നാൽ തന്നെ നമുക്ക് സമയം പോകുന്നതും ഒന്നും അറിയില്ല. പിന്നെ ഒട്ടും ബോറടിക്കൊന്നുമില്ലേ. നമ്മളാണെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ വന്നതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് തപ്പിയാട്ടോ ഇപ്പം പോകുന്നത്. അതാണെങ്കിൽ കുറച്ച് മുകളിലോട്ട് പോകണം. അങ്ങനെ പോയി അങ്ങനെ നമ്മൾ അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. നമ്മൾ കഴിക്കാൻ വേണ്ടി പയേജയാണ് ഓർഡർ ചെയ്തത്. നല്ല ചൂടുള്ള പയേജയൊക്കെ ആയിരുന്നു. ഈ തണുപ്പത്ത് കുറച്ച് ചൂടുള്ളിലോട്ട് ചെല്ലുമ്പോൾ ആശ്വാസമല്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മനു, നമുക്ക് മുകളിലോട്ട് കിടക്കാം വാ. ഏറ്റവും മുകളിലുള്ള മലേൻ്റെ ഭാഗത്തേക്കാട്ടോ നമ്മൾ പോകുന്നത്. അങ്ങോട്ടേക്ക് വണ്ടി കടത്തി വിടൂലേ, അതാണ് നടന്നു പോകുന്നത്. പിന്നെ ചില സമയത്ത് ആ ഭാഗത്തേക്ക് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ബസ്സൊന്നുമില്ല. കാണാവോ മഞ്ഞ് പെയ്യുന്നത്?
കണ്ടോ? ഇവിടെ പോയി നിൽക്കോ ഫോട്ടോയ്ക്ക് വേണ്ടി. പെങ്കിനാ എന്നെ കാണത്തുപോലും ഇല്ല. മനു ഒരുത്തൻ കണ്ടില്ല അവിടെ മഞ്ഞ് കളിക്കോ. മനു വേഗം നടന്നാ നമുക്ക് അങ്ങ് മഞ്ഞുമലേൻ്റെ മുകളിലെത്താം. പിന്നെ തണുക്കൊന്നുമില്ല. പിന്നെ ഇവിടെ ചൂടാവുമോ? തണുപ്പല്ലേ ഉണ്ടാവുള്ളൂ. നാട്ടുകാരെ പ്ലീസ് ആരെങ്കിലും ഈ മറുതിയോടൊന്ന് പറയുമോ, നല്ല തണുപ്പൊന്നും വീട്ടിൽ പോവാന്ന്. പറയത്തില്ല. ഒരുത്തൻ കണ്ടോ നേരായ വഴിയുണ്ടായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കയറി നടക്കുന്നത്. ഇവരെയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല വഴിയുണ്ട്, അതിലേ നടക്കാൻ പറ്റത്തുള്ളൂ. അതെ 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 വീണ ഒന്നും പറ്റാതിരുന്നാ മതി. കാണുന്നില്ലല്ലോ. ആണോ? നോക്കുന്നുണ്ടോ? വാ വേഗം നമുക്ക് വേഗം അവിടെ എത്താം. ചുക്കരിക്കിള്ളി ബാക്കി പാട്ടറിയോ മനു? നമുക്ക് അവിടെ ചെന്നിട്ട് കാപ്പി കുടിക്കാം. ഈ കാണുന്ന റെസ്റ്റോറൻ്റൊക്കെ ഇല്ലേ, അധികം മഞ്ഞ് പെയ്യാത്ത സമയത്ത് തുറക്കുന്നതാണ്. ഇപ്പം ആണെങ്കിൽ ഇവിടെ എല്ലാം മഞ്ഞ് പെയ്ത് മൂടിക്കിടക്കുന്നതുകൊണ്ടാണ് അതൊക്കെ അടച്ചിട്ടേക്കുന്നത്. നമ്മൾ മുകളിലെത്തിയപ്പോൾ ഇല്ലേ, വിചാരിച്ചതിനേക്കാളും കൂടുതലും മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. താഴേന്ന് കണ്ടതിനേക്കാളും എൻ്റെ മുഖത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മഞ്ഞ് പെയ്ത് ഇങ്ങനെ അടിക്കുമായിരുന്നു. ഇങ്ങനെ മഞ്ഞ് അടിക്കുമ്പോൾ നല്ല വേദന. അങ്ങനെ നടന്ന് നമ്മൾ ഇതിൻ്റെ മുകളിലെത്തിയേക്കും കേട്ടോ. പോയി കണ്ടില്ലേ, മുകളിലൊന്നും കാണത്തേ ഇല്ല. ഉള്ളൊരു പുകമഴയും ഇല്ലേ മനു? അങ്ങോട്ടല്ല ഇങ്ങോട്ട് നോക്കിയാലും ഒന്നും നടത്തില്ല. ആണല്ലേ? ഒരു ഫോട്ടോ എടുക്കും എൻ്റെ. നോക്കിക്കേ, ഇപ്പം നമ്മൾ നടക്കുന്ന വഴിയില്ലേ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ക്ലീൻ ആയിട്ടുള്ള ടാറിട്ട റോഡായിരുന്നു. എത്ര പെട്ടെന്നല്ലേ മഞ്ഞ് പെയ്ത് ഇങ്ങനെ ആയത്. ഇവിടെയൊക്കെ ഈ മഞ്ഞ നിറത്തിലുള്ള കോല് വെക്കുന്നതുകൊണ്ടാട്ടോ നമുക്ക് വഴി മനസ്സിലാകുന്നത്. അല്ലെങ്കിലല്ലേ ഒന്നും മനസ്സിലാവൂലെന്നേ. നമ്മൾ വല്ല കൊക്കയിലോട്ടും ചെന്ന് വീഴും കേട്ടോ. കാരണം അതിൻ്റെ താഴെയൊക്കെ അത്യാവശ്യം കൊക്കയും കാര്യങ്ങളൊക്കെയാണ്. നന്നായി മഞ്ഞൊക്കെ പേരിങ്ങനെ മുഖത്തോട്ട് അടിക്കുന്നതുകൊണ്ട് കുറച്ച് പാടായിരുന്നു കേട്ടോ നമുക്ക് നടക്കാനും. പെട്ടെന്നൊന്ന് താഴെ എത്തിയാൽ മതി എന്നായിരുന്നു കേട്ടോ എനിക്കും മനുവിനും ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ലേ മനു? എൻ്റെ മുടി ഫുള്ള് വെള്ളയായിരുന്നു. തട്ടിത്തളയാൻ പോലും ആകുന്നില്ല. പ്രിയം മഞ്ഞ് താഴെയൊന്നും ഇത്ര ഇല്ലായിരുന്നു. അത് നമുക്ക് രസമായിരുന്നേ. കുറേ ഭയങ്കര ഇതല്ലേ മനു? നമ്മുടെ കാറാണ് കേട്ടോ ആ കിടക്കുന്നത്. തിരിച്ചു പോയപ്പോൾ എങ്ങനെ കിടന്ന കാറാണ്. ഇപ്പം നോക്കിക്കാൻ ഫുള്ളും മഞ്ഞായി. ഇപ്പം എല്ലായിടും ഒരേപോലെ എനിക്ക് തോന്നുന്നത്. നമ്മളാണെങ്കിൽ പെട്ടെന്ന് കാറിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് പോകാനോ കേട്ടോ നോക്കുന്നത് വീട്ടിലോട്ടെ. മഞ്ഞ് പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ മെല്ലെയാണേ പോകുന്നത്. എനിക്കാണെങ്കിലൊന്ന് വണ്ടി കയറിയപ്പോഴാട്ടോ എൻ്റെ സമാധാനമായത്. പിന്നെ കുറച്ച് ചൂടൊക്കെ ആയപ്പോഴേ ഇവിടെയൊക്കെ നോക്കിക്കുക എന്തോരം മഞ്ഞല്ലേ പെട്ടെന്ന് വീണ് കിടക്കുന്നത്. ഈ റോട്ടിലൊക്കെ ആണെങ്കിൽ ഉപ്പ് വേദന കിടക്കുന്നതുകൊണ്ടാട്ടോ നമുക്ക് വണ്ടി കൊണ്ട് തന്നെ പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വണ്ടി കൊണ്ട് പോകാനൊന്നും പറ്റൂല. നമ്മൾ തെന്നി പോകട്ടോ വണ്ടി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കുകയും ചെയ്യും. എല്ലാ വണ്ടികളും ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ ആട്ടോ ഫ്രണ്ടിലൊക്കെ ഉള്ളത്. ഇങ്ങനെ മെല്ലെ മെല്ലെയാണ് വണ്ടികളൊക്കെ പോകുന്നത്. കുറേ സമയം നമ്മളവിടെ വെയിറ്റൊക്കെ ചെയ്തേ. ഇന്നത്തെ ദിവസം മഞ്ഞുമലയിൽ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പോകാനായിരുന്നപ്പോൾ ഇത്രയും മഞ്ഞ് പെയ്തെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഇത്രയും മഞ്ഞുള്ളപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇല്ല ഇത്രയും മഞ്ഞൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ കണ്ടില്ല എന്തും മഞ്ഞൊക്കെയാണ്. പിന്നെ കുറേ സമയം എടുക്കും കേട്ടോ നമ്മൾ ഗ്രണാദയിലെത്താൻ ട്രാഫിക്ക് കാരണം. എന്നാലും ബോറൊന്നും അടിക്കൂല. ഈ മഞ്ഞൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോൾ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല.
എൻ്റെ ഫ്രണ്ടിലെ വണ്ടിയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ അവിടെ എത്തിയിട്ട് വേണം നമുക്കും ഗ്രണാദയിലൊന്ന് എത്താൻ. അതുകൊണ്ട് ഇഴഞ്ഞാട്ടോ പോകുന്ന വഴിക്കും തന്നെയാണെങ്കിലും ഇങ്ങനെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. വീഡിയോയിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല.